നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില വച്ചടി കയറുകയാണ്. ഓരോ ദിവസവും പവൻ വില കുതിക്കുമ്പോൾ വിവാഹങ്ങൾ നിശ്ചയിച്ച വീട്ടുകാർക്കാണ് ആദി കൂടുതലും. സ്വർണം ഒഴിവാക്കി ഒരു ആഘോഷവും മലയാളിക്കില്ല. എത്ര വില കൂടിയാലും തരിമ്പ് സ്വർണമെങ്കിലും ഉണ്ടെങ്കിലേ ആഘോഷം പൂർത്തിയാക്കൂ എന്നാണ് മലയാളി മനസ്സ്. സ്വർണം ഒഴിവാക്കിയുള്ള ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 66,480 രൂപയാണ് വില. 160 രൂപയാണ് വർദ്ധിച്ചത്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,310 രൂപയായി വർദ്ധിച്ചു. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6,825 രൂപയുമായി. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് വൻ കുതിപ്പാണ്. $3,052 പുതിയ വില. ഇനി സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടോ എന്നാണ് മിക്ക ജ്വല്ലറികളും ആളുകൾ അന്വേഷിക്കുന്നത്. വില കുറയണമെങ്കിൽ 4 കാര്യങ്ങൾ സംഭവിക്കണം. ഡോളർ സൂചിക 103.42 എന്ന നിരക്കിലാണ്. ഡോളർ കരുത്ത് വൻതോതിൽ വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറയും. നേരത്തെ 110 വരെ സൂചിക ഉയർന്നിരുന്നു. മാത്രമല്ല ഇന്ത്യൻ രൂപയും കരുത്തു കൂട്ടണം. നിലവിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 86.26 ആണ്. രൂപ പതിയെ ശക്തി തിരിച്ചു പിടിക്കുന്നുമുണ്ട്. രൂപയും ഡോളറും കരുത്തു കൂടിയാൽ സ്വർണ്ണവില കുറയും. ആഗോള വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ സ്വർണ്ണവില കുറയും. യുക്രൈൻ പശ്ചിമേഷ്യ യുദ്ധങ്ങളും അവസാനിക്കണം. നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം വരണം. അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് പിൻവാങ്ങി വലിയ ലാഭകരമായ നിക്ഷേപങ്ങളിൽ പണം മുടക്കും. ഇതോടെ സ്വർണത്തിന് ആളില്ലാതെ വരികയും വില കുറയുകയും ചെയ്യും. സ്വർണ്ണവില ഉയർന്ന് ഒരു പരിധിയിലെത്തിയാൽ ലാഭം കൊയ്യൽ നടക്കും. വൻതോതിൽ സ്വർണം വിറ്റഴിക്കാനും ലാഭം എടുക്കാനും ആരംഭിച്ചാൽ സ്വർണ്ണവില കുറയും. അപ്പോഴും ഭീതിയായി നിൽക്കുന്നത് അമേരിക്കയുടെ പുതിയ സാമ്പത്തിക വ്യാപാര നയങ്ങളാണ്. ട്രംപിന്റെ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായതിനാൽ നാളെ വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനും പ്രയാസമാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം 2 തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് പലിശ കുറച്ചാൽ സ്വർണ്ണവില കൂടും. അതേസമയം വില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലോചിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം വിൽക്കുമ്പോൾ നഷ്ടമാകും. മാത്രമല്ല സ്വർണത്തിന്റെ വിലയിൽ 2% കുറയ്ക്കുകയും ചെയ്യും. ഒരു പവൻ ആഭരണം വാങ്ങാൻ സ്വർണത്തിന് പുറമെ മേൽപ്പറഞ്ഞ ചെലവുകൾ കൂടി വരേണ്ടതുണ്ട്. വിൽക്കുന്ന വേളയിൽ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയും കിട്ടില്ല. മാർക്കറ്റ് വില കിട്ടണമെങ്കിൽ 24 ക്യാരറ്റ് സ്വർണം വാങ്ങി സൂക്ഷിക്കണം. ആവശ്യമുള്ളപ്പോൾ വിറ്റ് പണമാക്കാം. 22 ക്യാരറ്റ് ആഭരണങ്ങളിൽ വരുന്ന നഷ്ടം 24 ക്യാരറ്റ് തങ്കം വിൽക്കുമ്പോൾ ഉണ്ടാകില്ല. ഇന്ന് കേരളത്തിൽ വെള്ളിയുടെ വിലയും കൂടിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 112 രൂപയാണ് പുതിയ വില. വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ഇസ്രയേൽ ഗാസ ആക്രമിച്ചതാണ് സ്വർണ്ണവില ഉയരാനുള്ള കാരണം. പുതിയ സംഭവ വികാസങ്ങളോട് സ്വർണ്ണവില കുറയ്ക്കാനുള്ള കാരണങ്ങൾ കാണുന്നില്ലെന്നും ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുമുള്ള സൂചനകളാണ് വരുന്നത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,270 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,800 രൂപയുമാണ്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 112 രൂപയും.